ഇനി നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം. അവിടെ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ രാവിലെ എത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങും ഇന്ന് നടക്കും. എത്തിയെങ്കിലും ഇന്നാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും. അദാനി പോർട്ട് സിഇഒ കരൺ അദാനിയും ചടങ്ങിനെത്തും. തുറമുഖത്തിലെ യാർഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ആദ്യ കപ്പലിലെ ക്യാപ്റ്റന് മുഖ്യമന്ത്രി ഉപഹാരം നൽകും. ചൈനയിലെ ഷിയാമിൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പലിൽ 2000-ലധികം കണ്ടെയ്നറുകളാണുള്ളത്. ഇതുവരെ 500ഓളം കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കി കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ സാൻ ഫെർണാണ്ടോ യൂറോപ്പിലേക്ക് തിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വൈകാനാണ് സാധ്യത. കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ മാരിൻ അസൂർ, സീസ്പാൻ സാന്റോസ് എന്നിങ്ങനെ 2 ഫീഡർ വെസലുകൾ വിഴിഞ്ഞത്തെത്തും. 2 മാസം ട്രയൽ റൺ തുടരുമെന്നും സെപ്റ്റംബറോടെ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നുമാണ് സർക്കാരിന്റെയും അദാനി ഗ്രൂപ്പിന്റെയും പ്രതികരണം. ഇന്നത്തെ സ്വീകരണ ചടങ്ങിലേക്ക് പ്രതിപക്ഷത്തെ ക്ഷണിക്കാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.